ഹലോ. അപ്പോൾ ഇന്ന് ഞാനുള്ളത് മച്ചൂർ എന്ന ഗ്രാമത്തിലാണ്. അപ്പോൾ നമുക്ക് ഗ്രാമം എന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് ഓർമ്മ വരുന്നത് ഇതുപോലത്തെ ആൽമരമാണല്ലോ. അപ്പോൾ ഈ സ്ഥലം എന്ന് പറയുന്നത് ഒരു ഭാഗത്ത് വയൽ, ഒരു ഭാഗത്ത് പുഴ. അപ്പോൾ നമ്മൾ പുഴയുടെ അക്കരെ കേരളമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കർണാടകത്തിൽ. അപ്പോൾ ഞാൻ പുഴയോട്ട് ഇറങ്ങി ഇങ്ങനെയൊക്കെ കാണിക്കാം. ഇതാ ഇവിടെയാണ് ഇറങ്ങുന്ന സ്ഥലം. ഇതാണ് ഞാൻ പറഞ്ഞത് പുഴ. കബിനി എന്നാണ് എൻ്റെ പേര്. അപ്പോൾ അപ്പുറ കേരളം, ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഭാഗത്ത് കർണാടകം. അപ്പോൾ പണിക്ക് പോകുന്ന ആൾക്കാർ അപ്പുറം ഇപ്പുറം ഇതിൽ കൂടി തോണിക്കൂടി പോവും. പിന്നെ ഇവിടുന്ന് കർണാടകയിൽ നിന്ന്, അതായത് മച്ചൂർ എന്ന സ്ഥലത്ത് നിന്ന് പശുപാലുണ്ടല്ലോ, അപ്പോൾ അത് വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് കേരളത്തിലോട്ട് ഇതിൽ കൂടി പോവും. അപ്പോൾ ഈ പ്രദേശത്ത് മുഴുവനായിട്ട് എന്താ പറയുക വയൽ. അപ്പോൾ അതിൻ്റെ വീഡിയോ കൂടി ഞങ്ങൾക്ക് കാണിക്കാം. ഇവിടെ ഫുള്ള് വയലാണ്. ഒരു ഭാഗത്ത് മലയുണ്ട്, ഒരു ഭാഗത്ത് പുഴ. ഒരുപാട് നല്ല ഭംഗിയുള്ള സ്ഥലമായത്. അപ്പോൾ ഇത് രണ്ടാമത്തെ പ്രാവശ്യം ഒരു കൃഷി ഇറക്കുന്നതാണ് നെല്ലിൻ്റെ. അതിന് വേണ്ടിയിട്ട് നെല്ലിൻ്റെ വിത്തിട്ട് അത് പൊടിച്ച് റെഡിയായിട്ടുണ്ട്. അത് ഒരു ഭാഗത്ത് കെട്ടാക്കി വെക്കുന്നുണ്ട്. അടുത്ത കൃഷി ഇറക്കാൻ വേണ്ടിയിട്ട് ഒരു ഭാഗത്ത് പാട് റെഡിയാക്കുന്നുണ്ട്. ഇവർ പണിക്ക് രാവിലെ വരും. അപ്പോൾ രാവിലത്തെ ഫുഡും കഴിഞ്ഞിട്ട് ഉച്ചയാകുമ്പോഴത്തേക്കും വരും. അത് കഴിഞ്ഞിട്ട് പിന്നെ പോവാൻ വൈകുന്നേരം 6 മണിയാവും. ആകുന്ന സമയത്ത് വീട്ടിലേക്ക് മടങ്ങി പോവാം. അതുവരെ പാടത്ത് ഇങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കും. ഇവിടെ കുറേ പാടത്ത് ഇറക്കി കഴിഞ്ഞ് നെല്ലിൻ്റെ കൃഷി ഇറക്കി കഴിഞ്ഞ് കുറേ ഭാഗത്ത് ബാക്കിയുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇത് നമ്മൾ വൈകുന്നേര സമയത്ത് വെറുതെ നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയ സമയത്ത് വീഡിയോ എടുക്കുന്നതാണ്. അതായത് ഫുള്ള് ഇവിടെ എല്ലാം കൃഷി ഇറക്കാനല്ല, തങ്ങിയ ഭാഗത്ത് കൃഷി ഇറക്കിയിട്ടുണ്ട്. അതാ ആ വെള്ളം കാണുന്ന ഭാഗത്ത് കൃഷി ഇറക്കിയതാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കൃഷി ഇറക്കാനുള്ളതാണ് സ്ഥലം ബാക്കി. ഈ ഭാഗത്ത് ഫോറസ്റ്റ്. നമ്മളിത് വാക്ക് ചെയ്യാൻ റോഡിൻ്റെ നടക്കുകയാണ്. അപ്പോൾ കാണുന്ന കഴിച്ചാണ് ഇതൊക്കെ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഒന്ന് ഫോറസ്റ്റിലേക്ക് ചെയ്യാലോ എന്ന്. അപ്പോൾ പെട്ടെന്ന് റെഡിയായി ഞങ്ങളിത് ഇറങ്ങി. നല്ല മരത്തിലൊക്കെ നമ്മൾ നടന്നു പോകുന്ന റോഡിൻ്റെ തൊട്ട് ഇപ്പുറം ഫോറസ്റ്റിൻ്റെ അടുത്തായിട്ട് കുറേ മാങ്കൂട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കാണുന്ന ചെടി ഉണ്ടല്ലോ, ഇതിൻ്റെ ഇല കൊണ്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഇല വലിയ ഇലയാക്കി റെഡിയാക്കി വെക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇതിടെ കാണാൻ സാധിക്കില്ല. കുറേ സ്ഥലത്ത് നശിച്ച് തുടങ്ങി. അപ്പോൾ ഇപ്പോൾ ഇത് കണ്ട സമയത്ത് ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചു തന്നെയുണ്ട് നിങ്ങൾക്ക്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ല. അതുപോലെ അഭിപ്രായം അറിയിക്കാനും. അപ്പോൾ അടുത്ത വീഡിയോയിലോട്ട് കാണാം. ടാറ്റ, ബൈ ബൈ.